ഹലോ, അസ്സലാമു അലൈക്കും. സഫിയ റഹീം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ, കിഴങ്ങും സബോളയും അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അടുത്തത് കണ്ടോ എന്താണെന്ന്. ഇതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഗ്യാസ് ഓണാക്കി എണ്ണ അടുപ്പേൽ വെച്ച് ഇന്ന് സബോളയും കിഴങ്ങൊക്കെ ഇതാണ്. ഉപ്പിട്ടു, ഇപ്പം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഇതിന് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതുകൊണ്ടോ, അത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്, അതാണ് ചേർക്കുന്നത്. ഇനി ഇതിന് ചേർക്കാൻ പോകുന്ന പൊടികളാണ് ഇതൊക്കെ. മുളക് പൊടി, അല്പം മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ആദ്യമേ ചേർത്താണ് ഉപ്പും ചേർക്കുന്നത്. ഇതിട്ടാണ് ഇഞ്ചി ചേർക്കുന്നത്. പിന്നെ ഇത് തക്കാളിയും കറിവേപ്പിലയും കൂടെ ചേർത്തു. ഇതെല്ലാം കൂടി തന്നെ മിക്സ് ചെയ്ത് റെഡിയാക്കി ഒന്ന് വഴറ്റി വരണം. ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വരണം. ഇത് കൂട്ട് പേസ്റ്റെല്ലാം റെഡിയായി. ഇനി ഇതിലേക്ക് മക്രോണിയാണ് രണ്ട് ഇത് വേണം. എന്താണ് ഇനി ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തെടുത്താൽ. ഹായ് ഫ്രണ്ട്സ്, സഫിയ റഹീം വ്യൂ ചാനൽ കണ്ടോ. എൻ്റെ ഇന്നത്തെ മക്രോണി ഇന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് മക്രോണി. ഇതുണ്ടോ, ഇവിടം വരെയായി. ഇനി ഇത് കഴിക്കാറൊക്കെ ആയി. മക്രോണി തിളപ്പിച്ച് വാർത്ത് വെച്ചതായിരുന്നു. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ചേർത്തു വരട്ടി റെഡിയാക്കി എല്ലാം ഉണ്ടാക്കി. ഇനി ഇപ്പോൾ കഴിക്കാനുള്ള ഇതിലേക്ക് നോക്കുകയാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പറാണ്. ഞാൻ മുട്ടയൊന്നും ചേർത്തില്ല, സബോളയും കിഴങ്ങും തക്കാളിയുമാണ് ചേർത്തത്. അപ്പോൾ ഇച്ചിരി ഞാൻ കഴിക്കാൻ എടുക്കട്ടെ. ഇച്ചിരി കഴിച്ച് നോക്കിയിട്ട് പിന്നെ കൂടുതലെടുത്ത് കഴിക്കുന്നുള്ളൂ. ബിസ്മില്ലാ. അയ്യോ, നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്ന സാധനമായിരിക്കാം. എങ്കിൽ തന്നെയും എനിക്ക് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. എനിക്ക് മുമ്പൊരു ചാനലുണ്ടായിരുന്നു, മല്ലൂസ് അനുമറൂസ് വ്ളോഗ്. അത് ഫോൺ റീസെറ്റ് ചെയ്തപ്പോഴേക്കും അത് പോയി. അതിനെ തിരിച്ചെടുക്കാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ കേട്ടോ. ബൈ ബൈ.